അപ്പൊ നമ്മൾ സമ്മർദ്ദം ചെലുത്തണം. നമ്മുടെ ഖജനാവ് കാലിയായി കിടക്കേണ്ടതല്ല. നികുതി അടയ്ക്കേണ്ടവരാണ് നികുതി അടയ്ക്കുന്നത്. ബൈബിളിൽ പിന്നെ യേശുക്രിസ്തുവിനോട് പിന്നെ നികുതി കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോ എന്താണ് യേശുക്രിസ്തു പറഞ്ഞത്? അതായത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും പോകട്ടെ എന്ന് വെച്ചാൽ നികുതി കൃത്യമായിട്ട് അടയ്ക്കണമെന്നാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് ഏതു മതവും പഠിപ്പിക്കുന്നത്. നികുതി കൊടുക്കാതിരിക്കുക എന്നല്ല, സത്യസന്ധമായി ജീവിക്കാനാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരുവൻ നികുതി കൊടുത്തേ തീരൂ. കാരണം നികുതി കൊടുക്കുന്നത് കൊണ്ടാണ് ഗവൺമെന്റിന്റെ ചെലവുകൾ, നീതിന്യായ നിർവഹണം ഇതെല്ലാം നടന്നു പോകുന്നത്. നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, സാമൂഹ്യ സുരക്ഷ, പെൻഷനുകൾ തൊട്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തൊട്ട് എല്ലാ സൗകര്യങ്ങളും ഒരു രാജ്യത്ത് സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്.